ഹലോ ഗൈസ്, അപ്പോഴേ കുറച്ച് ചൂരക്കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. ഇന്നലെ മേടിച്ച് വെച്ചതാണ്. അത് വെട്ടി കഴി വെച്ചപ്പോഴേക്കും ഷാജിക്ക നല്ല വലിയ ചൂടയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അതെങ്ങനെ മേടിക്കാതിരിക്കും, ചൂട മേടിച്ച് വറുക്കാമെന്ന് വിചാരിച്ച് അതുകൂടെ വെട്ടി കഴി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചൂരക്കറി ഞാനിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ പോലെ തന്നെ മുളകറിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളൊക്കെ ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതും കൂടെ ഒഴിച്ചിട്ടേ നല്ല കുറുകുറാന്നാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോഴേ ഇതങ്ങ് വേവും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നല്ല പേസ്റ്റ് പരുവത്തിന് കിട്ടേ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിള വരുമ്പോൾ കഷ്ണങ്ങളൊക്കെ പെറുക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടേ അടച്ച് ചെറു തീയിലങ്ങ് വേവിച്ചെടുക്കണേ. നല്ലപോലെ വറ്റിയതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലം ഒഴിച്ച് അത് തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട, ചെറുതായിട്ടൊരു തിള വരുമ്പോഴേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാമേ. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് അങ്ങോട്ട് അലങ്കരിച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. അത് അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഡാലി ഇറക്കി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡാലി കറി വെന്ത് ഇറക്കിയതിന് ശേഷം കടുവൊക്കെ താളിച്ചൊഴിച്ച് അതുകൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചൂടയും കൂടെ വറുത്തെടുത്തിട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.